ആലപ്പുഴ പള്ളിത്തോട് വയോധികയുടെ മരണത്തിൽ ദുരൂഹത. മരിച്ച നിലയിൽ കണ്ടെത്തിയ അമ്മയെ അടുക്കളയിൽ കുഴിച്ചിട്ടുന്ന മകന്റെ മൊഴി. മകൻ ഗിരീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പള്ളിത്തോട് സ്വദേശി രാധയാണ് മരിച്ചത്. പള്ളിത്തോട് നിന്നും അശ്വിൻ പാലഴിച്ചിരുന്നു. അശ്വിൻ, അങ്ങേയറ്റം ദുരൂഹമാണ്. മകൻ പറയുന്നത് പോലീസ് ഏതെങ്കിലും തരത്തിൽ മുഖവിലക്കെടുക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് മദ്യപിച്ച് നിരന്തരവെത്തി അമ്മയെ മർദ്ദിക്കാറുള്ള മകനാണ്. മകൻ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. അമ്മയെ മർദ്ദിക്കുന്നവൻ എങ്ങനെയാണ് മകനാവും? അശ്വിൻ, എന്താണ് പോലീസിന്റെ നിഗമനം? അശ്വിൻ, എന്തായാലും അക്കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ ഇന്നലെ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിലെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും മദ്യപാനത്തിന്റെ ലഹരിയിലാണ് അയാൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ദുരൂഹതയൊന്നുമില്ല, സ്വാഭാവികമായ മരണമാണ്, അതിനുശേഷം താൻ അവിടെ കുഴിച്ചിട്ടു എന്നുള്ളൊരു മറുപടി അല്ലാതെ മറ്റൊന്നും വിശദീകരിച്ച് പറയുന്നില്ല. നിലവിൽ ഇപ്പോൾ ആ മൃതദേഹം പുറത്തെടുക്കാനുള്ള ജോലികൾ പോലീസ്, ഫോറൻസിക് ഒപ്പം വിരലടയാള വിദഗ്ധരടക്കം എത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ അടുക്കളയിലെ ആ കുഴി അത് കുഴിച്ച് അകത്തിരിക്കുന്ന മൃതദേഹം പുറത്തെടുക്കും. നിലവിൽ ഇയാളുടെ മകൻ ഗിരീഷിന്റെ മക്കളെ അടക്കം പോലീസ് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അപ്പം അവർ പറയുന്നത് മൃതദേഹം ഇരിക്കുന്ന നിലയിലാണ് കുഴിച്ചിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് പുറത്തെടുത്താൽ അതിൽ കൂടുതൽ വ്യക്തതയുണ്ടാകും. എന്തായാലും ഇവിടേക്കുള്ള യാത്രാ സൗകര്യങ്ങളടക്കം അല്പം ബുദ്ധിമുട്ടുള്ളതാണ് ഹാഷ്മി. ഒരു തുരുത്തു പോലെയുള്ളൊരു പ്രദേശത്ത്, വെള്ളത്തിന് നടുവിലായ ചെറിയൊരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വീടാണ്. അപ്പം ഇവിടേക്ക് എത്തുന്നതിലടക്കം ചില ബുദ്ധിമുട്ടുകളുമുണ്ട്. അത് പരിഹരിക്കാനായിട്ടും ഫോറൻസിക് സംഘം അടക്കം എത്തിയാലും ഈ മൃതദേഹം പുറത്തെടുക്കാനുള്ള ജോലികളിലേക്ക് കടക്കുന്നതിന് മുൻപ് അവിടേക്കുള്ള യാത്ര സുഗമമായി എത്താനായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനുള്ള ജോലികളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പം പ്രയാസകരമായിരിക്കും അത് എന്നുള്ളതിൽ സംശയമില്ല. ചുറ്റിനും വെള്ളത്താൽ ചുറ്റപ്പെട്ടൊരു പ്രദേശമാണ്. എന്തായാലും ഇന്നലെ ഈ അമ്മ രാവിലെയോടുകൂടി മരിക്കുന്നു. അതിനുശേഷം വൈകുന്നേരം ഉച്ചയോടുകൂടി കുഴിച്ചിട്ട് വൈകുന്നേരം ഇയാൾ പുറത്തൊക്കെ പോയി സ്വാഭാവികമായി മദ്യപാനം നടത്തുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി മദ്യപിച്ചു എന്നുള്ളതാണ് നിലവിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾക്കൊപ്പം ഇന്നലെ വൈകുന്നേരം മദ്യപിച്ച ആളുകളെ അടക്കം പോലീസ് ട്രാക്ക് ചെയ്ത് അവരെ കൂടി വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. അവരുടെ അടുക്കലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി, അമ്മ മരിച്ചു, താൻ അടുക്കളയിൽ കുഴിച്ചിട്ടു എന്ന വിവരം ഗിരീഷ് പറയുന്നത്. ഏതായാലും ഈ സംഭവം അറിഞ്ഞ് നാട്ടുകാരാകെ ഞെട്ടിയിരിക്കുകയാണ്. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമെന്ന് പോലും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പോൾ പഞ്ചായത്ത് അംഗങ്ങൾ ഇവിടെയുണ്ട്. ചേച്ചി, ഈ ഗിരീഷിനെ അറിയാവുന്നതായിരുന്നു, കുടുംബത്തെയൊക്കെ വ്യക്തമായി അറിയാവുന്നതല്ലേ? അറിയാം. ഒരു സംഭവം കേട്ടപ്പോൾ അക്ഷരത്തിൽ ഞെട്ടിയല്ലേ? ഞെട്ടി അതിന് സുഖമില്ലാതിരിക്കുകയായിരുന്നല്ല. എന്നാലും കവലയിലൊക്കെ വന്ന് തനിയെ വന്ന് ചായയൊക്കെ മേടിച്ച് കുടിക്കുകയൊക്കെ ചെയ്യും. അവിടെ കടയിലുള്ളവൻ ഫ്രീ ആയിട്ടൊക്കെ അവന് ചായയൊക്കെ കൊടുക്കുന്നതായിരുന്നു. ഒരാഴ്ച 2 ആഴ്ചയായിട്ടാണ് അത് നടന്നു വരാത്തത്. അപ്പോൾ അവൻ അവിടെ വന്ന് എന്തെങ്കിലും വാങ്ങിച്ചൊക്കെ കൊടുക്കും. അമ്മ വയ്യാതെ കിടക്കുകയായിരുന്നു. അപ്പം ഈ ഏതെങ്കിലും സഹായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിനൊക്കെ പഞ്ചായത്ത് മുൻകൈ എടുത്തിരുന്നു. പ്രസിഡന്റ് കൂടി ചേരുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മുൻകൈ എടുത്തിരുന്നു. കാരണം നമുക്ക് പകൽ വീട്ടിലേക്ക് ഒരു വാഹന സൗകര്യം ഇല്ലാത്തതിൻ്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു തീരുമാനം എടുത്തു. ഒരു വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ട് ഇതുപോലെയുള്ള അമ്മമാരും, പ്രത്യേകിച്ച് ഈ അമ്മയുടെ പേരെടുത്ത് പറഞ്ഞാണ് അവിടെ അങ്ങനൊരു ഇത് വന്നത്. അപ്പോൾ അതിനുള്ള നടപടി ഞങ്ങൾ കൈക്കൊള്ളാനുള്ള ശ്രമത്തിലായിരുന്നു. ഈ വയ്യാതെ ഇരിക്കുകയായിരുന്നു അല്ലേ? വയ്യാതെ ഇരിക്കുകയായിരുന്നു. ഒരു ദുരൂഹത ഇതിൽ പറയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടോ? ദുരൂഹത എന്ന് പറഞ്ഞാൽ അവൻ ആരോടും പറഞ്ഞിരുന്നില്ലല്ലോ. നമുക്ക് നിശ്ചയിക്കാൻ പറ്റിയില്ലല്ലോ എന്താണ്. സ്വാഭാവികമാണെന്ന് അവൻ പറയുന്നത് അറിവേ നമുക്കുള്ളൂ. എന്നാലും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. എന്നാലും നമ്മൾ ആരെയും അറിയിക്കാത്ത സ്ഥിതിക്ക് തനിയെ ഇത് ഇങ്ങനെ ചെയ്തില്ലേ. സ്വന്തം അമ്മയല്ലേ, അമ്മയുടെ കർമ്മങ്ങൾ പോലും ചെയ്യാതെ വെറുതെ കുഴിച്ചിടാൻ തോന്നിയില്ല. അപ്പോൾ അവന് അശ്വിൻ, എന്തായാലും നിലവിൽ ഇന്നലെ ഈ പോലീസ് വൈകുന്നേരം എത്തി നോക്കുമ്പോൾ ആ വീടിനകത്തെ അടുക്കളയിൽ കുഴി എടുത്ത് മൃതദേഹം മറവ് ചെയ്തതിന് മുകളിൽ 3 ഇഷ്ടിക കഷ്ണങ്ങൾ വെച്ചിട്ടുണ്ട്. അതൊരു അടുപ്പ് കൂട്ടുന്നത് പോലെ ഒരു അടയാളം എന്നോണമായിരിക്കാം അങ്ങനെ വെച്ചിട്ടുണ്ട്. അതടക്കം നിലവിൽ അതേ രീതിയിൽ ഇരിക്കുകയാണ്. എന്തായാലും ആ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഹാഷ്മി, ഇയാളും ഇയാളുടെ മക്കളും മാത്രമാണോ അമ്മയല്ലാതെ വീട്ടിലുണ്ടായിരുന്നത്? അശ്വിൻ, ഹാഷ്മി, ഭാര്യയും മക്കളും ഉണ്ട്. പക്ഷേ അവർ ഇയാളുടെ മദ്യപാന സ്വഭാവത്തെയൊക്കെ തുടർന്ന് ഏറെ വർഷങ്ങളായി അകന്ന് താമസിക്കുകയാണ്. അതുകൊണ്ട് നിലവിൽ കുറേ നാളുകളായി അമ്മയും ഈ ഗിരീഷ് മാത്രമാണ് ഇവിടെ താമസിച്ചിരുന്നത്. അമ്മയ്ക്കുള്ള ഭക്ഷണമൊക്കെ പലപ്പോഴും മറ്റാളുകളാണ് ഇവിടേക്ക് എത്തിച്ചിരുന്നത് എന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിന് ശേഷം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ മരണപ്പെട്ടതെന്നടക്കം ഉള്ള കാര്യങ്ങളിൽ വ്യക്തത വരണമെങ്കിൽ ഇന്ന് ഈ മൃതദേഹം പുറത്തെടുത്ത് നടത്തുന്ന പോസ്റ്റ്മോർട്ടം അടക്കം നിർണായകമാകും. എന്തായാലും ഈ വീട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ നല്ല പഴക്കമുള്ള വീടാണ്. ഏകദേശം ഇടിഞ്ഞു വീഴാറായ നിലയിലിരിക്കുന്ന ഒരു വീടാണ്. അതിലാണ് ഈ 2 പേരും താമസിച്ചിരുന്നത്. ഈ നിലവിലിപ്പോൾ ഇയാൾ ഒരു ബോധാവസ്ഥയിലേക്ക് തിരികെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായും സഹകരിക്കൂ. ഇന്നലെയും വലിയ തോതിൽ മദ്യപിച്ചിരുന്നു. അതിൻ്റെ ഹാങ് ഓവർ ഇപ്പോഴും അയാൾക്കുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ ഇതിലേക്കുള്ള വഴി കൂടി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ
ഫോറൻസിക് സംഘം പഴയ വീട് അങ്ങേറ്റം ദരിദ്രമായ സാഹചര്യം ഉള്ള ഒരു മകൻ പൂർണ്ണ മദ്യപാനി. അപ്പോൾ ഇത് ആ മരണത്തിൽ ദുരൂഹത ഉണ്ടോ ഇല്ലെന്ന് പോലീസ് പറയട്ടെ. പക്ഷേ മരണത്തിന് മുമ്പും ആ അമ്മ അനുഭവിച്ച അങ്ങേയറ്റത്തെ കഷ്ടപ്പാടുകൾ അവിടെ നിൽക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അശ്വിനല്ലേ? തീർച്ചയായും അത്തരത്തിലൊരു വിഷമകരമായ സാഹചര്യമുണ്ട് കാശ്മീർ. കാരണം ആ വീട്ടിലേക്ക് നന്നായി പോകാനുള്ളൊരു വഴി പോലുമില്ല. കാരണം അമ്മ വർഷങ്ങളായി കുറച്ച് നാളുകളായി ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ആശുപത്രിയിലേക്ക് അടിയന്തരമായി പോകേണ്ടി വന്നാൽ ഇതുവഴി എടുത്തുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. അത് ഈ വീട്ടിലേക്ക് വരുന്ന ഈ കയറിപ്പോകുന്ന ഈ വഴി മാത്രമല്ല, നമ്മളിവിടേക്ക് നടന്നു വന്ന വഴി ഉൾപ്പെടെ വെള്ളത്തിലൂടെ ചവിട്ടി വേണം നടന്നു വരാൻ. മുട്ടപ്പം വെള്ളം കടന്നു വേണം ഒരാൾക്ക് നടക്കാൻ കഴിയുന്ന വീതിയുള്ള ഈ റോഡിലേക്ക് എത്താൻ. അതും കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തണമെങ്കിൽ ഈ കടമ്പ കൂടി കടക്കണം. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഇവർ രണ്ടുപേരും ഒറ്റയ്ക്ക് താമസിച്ചിരുന്നത്. അമ്മയാണെങ്കിൽ ആരോഗ്യപരമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന ആൾ, മകൻ അവരെ തിരിഞ്ഞു നോക്കാതെ ഒരു സ്ഥിരം മദ്യപാനായി മാറിയ ആ വ്യക്തി. ആ ഒരു സ്വഭാവം കൊണ്ടൊക്കെ തന്നെ മക്കളും ഭാര്യയും അയാളെ ഉപേക്ഷിച്ചു പോയി. ഇന്നലെ ഈ മരണം സംഭവിച്ചതിന് പിന്നാലെ മക്കളെ ഇവിടേക്ക് വിളിച്ചു വരുത്തി എന്ന് പോലീസിനോട് ഇയാൾ പറഞ്ഞിട്ടുണ്ട്. മക്കളും താനും കൂടെ ചേർന്നാണ് ഈ മൃതദേഹം മറവ് ചെയ്തത് എന്നൊരു മൊഴി കൂടി നിലവിൽ നൽകിയിട്ടുണ്ട്. അവരെ അടക്കം പോലീസ് ചോദ്യം ചെയ്ത് അവരുടെ മൊഴിയടക്കം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഈ അക്ഷരാർത്ഥത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ളൊരു സംഭവം തന്നെയാണ് ഇവിടേക്ക് ഈ നാട്ടിൽ നിന്ന് കേൾക്കുന്നത്. തീർത്തും റൂറലായ ഒരു പ്രദേശമാണ്, ഗ്രാമപ്രദേശമാണ്. അവിടെ ആളുകളെ സംബന്ധിച്ച് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. നമ്മളിവിടെ നാട്ടുകാരുമൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, അമ്മ വയ്യാതെ കിടക്കുകയാണ്, എപ്പോഴെങ്കിലും മരിച്ചാൽ ഞാൻ തന്നെ അത് കുഴിച്ചിടും എന്ന് പലപ്പോഴായി നാട്ടുകാരോട് പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. നമുക്ക് ആ വഴി കണ്ടാൽ ഹാഷ്മി, ഇതാണ് ഈ ഗിരീഷും രാധയും താമസിച്ചിരുന്ന വീട്ടിലേക്ക് പോകാനുള്ള വഴി. ഇപ്പോൾ ഈ കാണുന്ന ഈ പലകയൊക്കെ ഇട്ടിരിക്കുന്ന അത് ഏകദേശം താഴേക്ക് മുട്ടോളം വെള്ളമുള്ളൊരു പ്രദേശമാണ്. നമ്മൾ വരുമ്പോൾ ഈ പലക ഉണ്ടായിരുന്നില്ല. പോലീസിൻ്റെയും ഒപ്പം നമുക്കും മീഡിയാസിനും ഒക്കെ അങ്ങോട്ട് പോകാൻ വേണ്ടി നാട്ടുകാർ തന്നെ മുൻകൈയെടുത്ത് അവർ തന്നെ പലയിടങ്ങളിൽ നിന്നായി ശേഖരിച്ച പലകകളൊക്കെ ഇട്ടാണ് ഈ വഴി ഒരുക്കിയിരിക്കുന്നത്. അത്രത്തോളം ദുഷ്കരമായൊരു ചുറ്റുപാടിലാണ് ഈ 76 വയസ്സുള്ള അമ്മയുമായി താമസിച്ചിരുന്നത്. ഏതെങ്കിലും തരത്തിൽ അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം വന്നാൽ സ്വാഭാവികമായും പുറം ലോകമെന്ന് അറിയാതെ അവിടെ തന്നെ അവർ കിടന്നേനെ. അതുതന്നെയാണ് ഇന്നലെ സംഭവിച്ചതെന്നുമാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഇയാൾ മദ്യപിച്ചതിന് ശേഷം ഇത് നാട്ടുകാരോട് തുറന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ കുറച്ച് നാളുകൾ കൂടി ഈ വിവരം ആരും അറിയാതെ പോയേനെ. എന്തായാലും ആ ഒരു സാഹചര്യം ഉണ്ടായാൽ ഇപ്പോൾ പോലീസ് അടക്കമുള്ള ഒരു പരിശോധന പൂർത്തിയാക്കി അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരും. ഈ പോസ്റ്റ്മോർട്ടം കഴിയാതെ എന്ത് സംഭവിച്ചു, മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവില്ല. കാരണം അവർ രണ്ടുപേരും മാത്രമാണ് ഉണ്ടായിരുന്നത്. നിലവിൽ ഗിരീഷ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് പോലീസിന് മുന്നിലുള്ളത്, നാട്ടുകാർക്ക് മുന്നിലുള്ളത്. പക്ഷേ നാട്ടുകാർ ഉയർത്തുന്ന ചില പ്രശ്നങ്ങൾ, അവർ ഉയർത്തുന്ന ചില സംശയങ്ങൾ, അവരുടെ ആശങ്കകളൊക്കെ ഈ മദ്യപാനവുമായി ബന്ധപ്പെട്ട് നിരന്തരം പ്രശ്നമുണ്ടാകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ആണ് നിലവിൽ ഈ വിശദമായൊരു ഫോറൻസിക് പരിശോധനയിലേക്ക് കടക്കാനുള്ള തീരുമാനവും. ഇപ്പോൾ എന്തായാലും ഈ സമീപ പ്രദേശങ്ങളിലെ ആളുകളൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഗിരീഷിനെ കുറിച്ച് ഒരേ കാര്യം മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും ഫോറൻസിക് പരിശോധനയ്ക്കുള്ള ഈ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.